ഇപ്പൊ ടേമു ആണ് അവൾ ഹാരി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഇവൾ അവളുടെ പേര് എങ്ങനെ അറിയാന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊക്കെ എപ്പോഴും അറിഞ്ഞെന്ന് പറഞ്ഞ് ആദ്യം ഇവളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും. അങ്ങനെ അതിനുശേഷം കൂട്ടുകാർ ഇവളെ കണ്ട് ഹാരി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അടുത്ത് ടേമുനെ കണ്ട് അത് ഗുംഹിയാക്കി മാറ്റും. പക്ഷെ അവൻ എല്ലാ കാര്യം അറിയാന്ന് ഇവള് സിഗ്നൽ കാണിച്ചിട്ട് അവസാനം രണ്ടുപേരും കൂടെ പോലീസിന്റെ കൂടെ ഇവളുടെ വല്ല വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോഴാണ് അറിയാൻ വരുന്ന ഇവള് ഡ്രസ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ക്യാമറയ്ക്കകത്ത് ടവലിട്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ആശ്വാസപ്പെട്ടിട്ട് എങ്കിൽ പിന്നെ ആ നാറ് എന്തോ ചെയ്യാമോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പോലീസാണ് എവിഡൻസ് ഉണ്ടെങ്കിലും ഒരു തെറ്റ് സംഭവിക്കാത്തോണ്ട് അവന് ഫൈൻ അടയ്ക്കേണ്ടേ വരത്തുള്ളൂ എന്നറിയും. അങ്ങനെ അതുകൊണ്ട് ഇവരാണ് ഷോക്കായിട്ട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തില്ലേ എന്നിട്ട് അവർ ചോദിച്ചു നോക്കുമ്പോൾ പോലീസാണ് ഇവിടത്തെ റൂൾസിൽ അങ്ങനത്തെ ഒരു ലോ ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവർക്കും ദേഷ്യം എന്നറിയും. അങ്ങനെ അതിനുശേഷം ഹാരി അവളുടെ കൂട്ടുകാരും കൂടെ അവർ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇത് കാണുന്ന ടൈമു ആണ് ഈ ക്യാമറ വെച്ചത് ആരെന്ന് അവൻ അറിയണമെന്നറിയും. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഹാരിക്ക് അപ്പരാണ് എല്ലാ കാര്യം മനസ്സിലാവുന്ന. ഇതിനുമ്പ് വെറുതെ അവളുടെ പേരിന്റെ അർത്ഥം ചോദിക്കാൻ വേണ്ടി വിളിച്ചും കമ്പനി വെച്ച് വീണ്ടും ആ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞതും ഇവളാ ഹാരി നിറഞ്ഞിട്ടാണെന്ന്. അതുകൊണ്ട് അപ്പൊ തൊട്ട് ഇവനാ സത്യം അറിഞ്ഞെന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ മനപ്പൂർവ്വം ഇവളെ പെടാൻ വേണ്ടിയല്ലേ ആനുസറിക്ക് ഇവളെ ഗുംഹിയായിട്ട് വിളിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് കാര്യമെല്ലാം പിടികിട്ടും. അതിനുശേഷം ഇവിടെ ടൈമു ആണ് മറ്റേ സീക്രട്ട് ക്യാമറ വച്ചവനെ പിടിച്ചിട്ട് അവനെ ജോലിന്ന് പുറത്താക്കും. അപ്പോഴാണ് അവനാണ് അതിന് കമ്പനിയുടെ ബോസ് നീയാണോന്നറിഞ്ഞ് അവനെ കളിയാക്കി ചോദിക്കുമ്പം ഇപ്പൊ ടൈമു ഇവന്റെ കമ്പനി പൈസ കൊടുത്ത് വാങ്ങിച്ച് അതുകൊണ്ട് അവനാ ബോസ് എന്നറിഞ്ഞ് ഇവൻ ഇതിനുമ്പ് ഓഫീസിലുള്ള പെമ്പിള്ളാരെയും സീക്രട്ടായിട്ട് വീഡിയോ എടുത്തേക്ക് അവന്റെ എവിഡൻസ് ആയിട്ടുണ്ടെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ഇവൻ ഉറപ്പായിട്ടും ജയിലിലാക്കുമെന്നറിഞ്ഞ് സന്തോഷമായിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുമ്പം മറ്റവനാണ് പേടിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യില്ലെന്നറിഞ്ഞ് അവൻ കെഞ്ചിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ടീം അവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ അവന് പ്രധാനപ്പെട്ട ഒരാളെ തൊട്ട് ഇവൻ വലിയ തെറ്റ് ചെയ്തോ എന്നറിഞ്ഞ് അവന് ഹാരിക്ക് വേണ്ടി ഇവനിപ്പൊ ജയിലിലാക്കിയിട്ട് പോകും. അങ്ങനെ അതിനുശേഷം ഇവൻ തിരിച്ച് കമ്പനിയിലേക്ക് വരുമ്പം കുറെ തെറി വിളിച്ചോണ്ടിരിക്കുമ്പം അടുത്തിരുന്ന സെക്രട്ടറിയും ഇത്ര ദേഷ്യപ്പെട്ട് അവൻ കണ്ടിട്ടില്ലെന്നറിയും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് അവനാണ് ആരായാലും ഈ സിറ്റുവേഷനിൽ ദേഷ്യപ്പെടത്തില്ല എന്നെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് എന്നിട്ട് അവന്മാരുണ്ട് സംസാരിച്ചോണ്ട് വരുമ്പം പെട്ടെന്ന് ഇവനെ കാണുന്ന ഹാരിയാണ് അപ്പൊ തന്നെ സ്ഥലം വിടും. അങ്ങനെ അതിനെ ശിവനാണ് അവന്റെ ഓഫീസിലേക്ക് പോകുന്ന മുമ്പ് ഷിൻഹാരി ഒന്ന് കാണാൻ വേണ്ടി ചെല്ലുമ്പം അവളുടെ കൂടെ ഒന്ന് പെങ്കൊച്ചാണ് ഹാരി അവളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ മുകളിലോട്ട് വരാതെ എവിടെ പതുങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് ഇവനാണ് ഇവനെ കണ്ട് പേടിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കി അവൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഇവളെ വിളിക്കുമ്പം ഇവൾ അവിടെ തന്നെ പതുങ്ങിയിരിക്കുക. അപ്പോഴാണ് അത് കാണുന്ന അവന് മനസ്സിലാക്കി ഇവളെ ഡിസ്റ്റർബ് ചെയ്ത് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവളുടെ ജീവൻ തിരിച്ചു വരുന്നത്. എന്നിട്ട് അവള് ഫോൺ എടുത്ത് നോക്കുമ്പം അവൻ മെസ്സേജ് അയച്ച് നമുക്ക് സംസാരിക്കാൻ കുറെ കാര്യമില്ലെന്നറിഞ്ഞ് വർക്ക് കഴിഞ്ഞ് സംസാരിക്കാന്നറിയും. എന്നിട്ട് ഇവിടെ ടൈമോണ് അവന്റെ സെക്രട്ടറിയോട് അവനിപ്പോ ഷിൻഹാരിയെ സ്നേഹിക്കുമെന്നറിയും. അപ്പോഴാണ് മറ്റേന് വിശ്വസിക്കാനൊക്കാതെ അവളെ റിവെഞ്ച് എടുക്കാൻ പോകുന്നറിഞ്ഞിട്ട് അവളോട് പ്രണയത്തിയുന്നു അതിന് മുമ്പ്. എന്നിട്ട് ഇവന് ചോദിക്കുമ്പം ടൈമോ ആണ് ആദ്യമേ അവളെ കണ്ടപ്പോ അവൻ ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് കല്യാണം കഴിക്കാനും അവൻ സമ്മതിച്ചെന്നറിയും. പക്ഷെ അപ്പോ അട്രാക്ഷൻ കാരണം വീന്നെന്ന് വിചാരിച്ച് പക്ഷെ അത് കാരണമല്ല അവളുടെ ക്യാരക്ടർ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പം സെക്രട്ടറിയാണ് ആദ്യമേ അവൾ നിങ്ങൾ പറ്റിച്ചല്ലേ ഡേറ്റിനൊന്ന് എന്നിട്ട് ഇവനും ചോദിക്കുമ്പം ടൈമോ ആണ് പറ്റിച്ചു വന്നാലും അതും അവള് തന്നെയല്ലേന്ന് പറഞ്ഞ് ഇവന്റെ ഇഷ്ടം ഇന്ന് തന്നെ പറയാൻ പോവെന്ന് അവൻ തീരുമാനിക്കും. അങ്ങനെ അതിനുശേഷം അവനും പുറത്തേക്ക് ചെന്നിട്ട് ഇവൾക്ക് വേണ്ടി നെക്ലസ് ഒക്കെ ചൂസ് ചെയ്യുമ്പം സെക്രട്ടറിയും ഇത് കുറെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പറഞ്ഞ് കുറച്ച് ബ്രേക്ക് പിടിക്കാൻ പറയും. പക്ഷെ അവനാണ് അവൻ ഇഷ്ടം പറഞ്ഞ ഈ ലോകത്ത് ആരെ റിജക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവന് കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളെ വൈകിട്ട് പുറത്തേക്ക് വിളിച്ചിട്ട് ഈ നെക്ലസ് കൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യാനാ ഇവൻ തീരുമാനിച്ച്. അങ്ങനെ അതൊരു സെക്കൻഡ് ആലോചിച്ച് നോക്കിയിട്ട് ഇവൻ അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ തലയിങ്ങനെ വിരൽ വയ്ക്കുമ്പം ഇവന്മാര് കേക്കും ഫ്ലേവേഴ്സ് ആയിട്ട് വരണം എന്ന് പറയും. ഇതേ സമയം ഷിൻഹാരിയാണ് പേടിച്ചായിരിക്കും അവനെ കാണാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ അവൻ പ്രപ്പോസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇവൾക്ക് ഇരിക്കാൻ വേണ്ടി കസേരയൊക്കെ നീക്കി കൊടുക്കുമ്പം അവൾ എന്തോ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ആകെ ടെൻഷനായി. ഇവൾ ഇത്ര എന്തോ ആക്ട് ചെയ്തതിന് അവനോട് ഇപ്പൊ സോറി പറയും. അങ്ങനെ ആദ്യമേ ഇവന്റെ കൂടെ ആ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന അറിഞ്ഞായിരുന്നെങ്കിൽ അവൾ അങ്ങോട്ടേക്ക് വന്നു പോലും കാണത്തില്ലെന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനാണ് അതൊന്നും കുഴപ്പമില്ല അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല അവൻ വിളിച്ചെന്ന് പറയും. എന്നിട്ട് അവനും വിരളിങ്ങനെ തലയെ വെച്ച് പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പം ഇവളാണ് പ്ലീസ് ഞാൻ ആദ്യം പറയുന്ന കേൾക്കണം നിങ്ങൾ എന്നെ ജോലിന്ന് പുറത്താക്കുന്ന മുമ്പേ ഞാൻ തന്നെ റിസൈൻ ആയിക്കോളാം. എനിക്കറിയാം ഞാൻ ഗുംഹിയായിട്ട് നിങ്ങളോട് ആക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കുമെന്ന് പക്ഷെ ഒരു വർക്കറായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരു ചാൻസും കൂടെ തരണം. കാരണം എന്നെ പോലെ ഒരു നല്ല ജോലിക്കാരിയെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ജോലിന്ന് പുറത്താക്കണോ അതുകൊണ്ട് നല്ലോണം ആലോചിച്ചോ എന്നെ പുറത്താക്കണോ അല്ല ഇവിടെ കഷ്ടപ്പെടുത്തി എന്നെ ജോലി ചെയ്യിപ്പിക്കാൻ പോകണമെന്ന് എന്ന് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനാണ് ഇവൾ എന്തിനിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് തലേ കൈ വയ്ക്കും. അപ്പോഴാണ് സിഗ്നൽ കാണിച്ചെന്ന് പറഞ്ഞ് അവർ കേക്കും ഫ്ലവേഴ്സ് ആയിട്ട് പെട്ടെന്ന് ഇവന്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് അവനാണ് പേടിച്ചിട്ട് അല്ല അല്ല ഞാൻ അതിനല്ല കൈവച്ച് എന്നിട്ട് അവൻ ദേഷ്യത്തിൽ അവരൊക്കെ തിരിച്ചു പോകാൻ വേണ്ടി പറയും. അതിനേശം ഇവിടെ ഹാരിയും അവൾക്ക് ഈ ഇടയ്ക്കായിട്ട് കമ്പനി അവാർഡ് കിട്ടിയായിരുന്നു പറഞ്ഞ് അവൾ പേടിച്ച് ഓരോ കാര്യമൊക്കെ പറയുമ്പം ഇവന്റെ പ്ലാൻ മൊത്തത്തിൽ അങ്ങ് ഫ്ലോപ്പ് ആകും. അങ്ങനെ അതിനേശം അവന്റെ സെക്രട്ടറിയോട് ഇവനെ കണ്ടിട്ട് റൊമാൻറ്റിക് ആയിട്ടൊന്നും തോന്നില്ലെന്ന് പറഞ്ഞ് അവൾ എന്തിനാ പേടിച്ച് അങ്ങനെ സംസാരിക്കുന്ന പറഞ്ഞ് ഇവന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് സെക്രട്ടറിയും നിന്നെ കാണാനേ കൊള്ളാം പക്ഷേ സൗന്ദര്യം മാത്രം പോരാ അവളുടെ ഹാർട്ട് ബീറ്റിനെ നല്ലോണം ബീറ്റ് ചെയ്യിപ്പിക്കണം കാരണം ഇപ്പൊ അവളുടെ ഹൃദയം വേറൊരുത്തിൽ
ബോത്തിനോടല്ലേ എന്നിന് ഇവനും പറയുമ്പം ടൈമോ ആണ് അത് അവൾ കൊൺസൈഡായിരുന്നു, അതൊക്കെ എപ്പോഴും അവൾ കളഞ്ഞെന്നറിയും. കൂടാതെ ഇവന് റൊമാൻറ്റിക് ആയിട്ട് അവളുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം സെക്രട്ടറി ആണ് അതൊക്കെ ഫേക്ക് ആയിരുന്നു ബോസ്, സത്യത്തെ അവളെ സെറ്റ് ആക്കണമെങ്കിൽ ഇനി റൊമാൻറ്റിക് ആയിട്ട് കുറെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം, കാരണം അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നുള്ള പേടിയിലാണ് അവളിപ്പോൾ ഉള്ളത്. എന്നിന് അവൻ പറയുന്ന പോലെ തന്നെ ഇവിടെ ഹാരിയും ഇവളെ ജോലിയിൽ നിന്ന് പുറത്താക്കലെന്ന് കെഞ്ചിട്ട് അവനെന്തോ റിപ്ലൈ പോലും പറയാത്തെന്ന് അവന്റെ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഹാരി അവളുടെ കൂട്ടുകാരിയായിട്ട് മിൻവയും ബാക്കി ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ചെല്ലും, കാരണം അവൻ കുറച്ചിപ്പോ ഫേമസ് ആയതുകൊണ്ട് ഇവർക്കെല്ലാം ചെലവ് ചെയ്യുക. അപ്പോഴാണ് മിൻവോയും അവന്റെ ഗേൾ ഫ്രണ്ട് യൂറി അവിടെ നിന്ന് പോയ ഉടനെ ബാക്കിയുള്ളവരൊക്കെ ഇവർ എത്ര പ്രാവശ്യം ബ്രേക്കപ്പ് ചെയ്ത് വീണ്ടും സെറ്റാണെന്ന് പറഞ്ഞ് ഹാരിയും മിൻവോയും കൂടെ സെറ്റ് ആകുന്ന അവരൊക്കെ വിചാരിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇത് അവിടേക്ക് വരുന്ന മിൻവോയുടെ ഗേൾ ഫ്രണ്ട് യൂറിയും കേൾക്കുന്നത്. അങ്ങനെ അവൾക്കാണ് തൊട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതേസമയം കൂട്ടുകാരിയാണ് നിങ്ങളൊക്കെ എന്തോട് അനാവശ്യം പറയുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ മിണ്ടായിരിക്കാൻ പറയും. അതിനേശ് യൂറി അവിടേക്ക് വന്ന് ഇരുന്നുടനെ ഇവരെല്ലാരും കൂടെ മിൻവോന്റെ ഒരു ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി എല്ലാരും ബൂസാൻ ട്രിപ്പിന് പോവാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ ഹാരി അവളുടെ കൂട്ടുകാരി വിളിക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടുകാരിയാണ് ഇവർ രണ്ടിനും കുറച്ച് ബിസിയാന്ന് പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറയും. അതേസമയം ഹാരി ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ വേറെ ഫ്രണ്ട്സ് ആണ്. ഇവൾക്കല്ലേ ഇനി ബോയ് ഫ്രണ്ട് എല്ലാം സെറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ മറ്റേ യൂറിയും കളിയാക്കി അവൾക്ക് അവിടെ നിന്ന് ബോയ് ഫ്രണ്ട് ഒക്കെ സെറ്റ് ആകുമോ എന്ന് പറഞ്ഞ് കുറച്ച് ആക്കിയൊക്കെ സംസാരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് കൂട്ടുകാരിയാണ് ഹാരിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ കാണാൻ ഹാൻസമ്മ ഭയങ്കര റിച്ച് എന്നൊക്കെ പറയും. അങ്ങനെ ഇതൊക്കെ കേട്ട് ഹാരിയും നീ എന്തോടി പറയുന്ന പറഞ്ഞ് അവള് ടെൻഷനായിട്ടിരിക്കുമ്പോൾ മറ്റേ യൂറയാണ് അവിടേക്ക് വരുന്ന മിൻവോനോട് ഹാരിക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ സെറ്റ് ആയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഇവളുടെ മ്യൂസിക് ഷോന് വന്ന അവനാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ആണെന്ന് പറഞ്ഞ് ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവന്റെ ഗേൾ ഫ്രണ്ട് ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് പുറത്ത് വെച്ച് ഹാരിയും ഇവൾക്ക് അവിടെ നിന്നാ കാണാൻ ഹാൻസം ആയിട്ടും റിച്ച് ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ കൂട്ടുകാരാണ് ആരെക്കുറിച്ച് പറഞ്ഞാൽ നിനക്കും അറിയാമല്ലോ, നമ്മുടെ കങ് ടീമിൽ തന്നെ സെറ്റാക്കി അവളുടെ ഫ്രണ്ട് ഷോ കാണിക്കും എന്നിട്ട് ഇവളും പറയുമ്പം ഹാരിയാണ് ഉള്ള ജോലി തെറിക്കും ഞാൻ പേടിച്ചിരിക്കുക, അപ്പോഴാണ് ഞാൻ അവനെ സെറ്റാക്കുന്നത് എന്നിട്ട് അവളും പേടിച്ചൊക്കെ ഇരിക്കുമ്പം കൂട്ടുകാരാണ് ജോലി പോയാലും അവളുടെ കമ്പനി ജോലി ഒപ്പിച്ചേരാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ അവൾ വാഷ്റൂമിൽ പോകുമ്പോൾ ഇവൾക്കാണ് ക്യാമറ കണ്ട് പേടിച്ച് ഇപ്പൊ പുറത്തങ്ങ് ബാത്റൂം പോകാനും തോന്നത്തില്ല. അങ്ങനെ അടുത്ത ദിവസം കമ്പനി വെച്ച് ഷിൻഹാരിയെ കങ് ടീമും കാണാൻ വേണ്ടി വിളിക്കുമ്പം അവളാണ് അവനെ കാണാൻ വേണ്ടി ചെന്നിട്ട് ഇവളെ ജോലിയിൽ നിന്ന് പുറത്താക്കുവാണെങ്കിലും അല്ല ഇവിടെ നിർത്തുവാണെങ്കിലും അവൾ ഏത് തീരുമാനമായാലും അതങ്ങ് ഏറ്റുവാങ്ങുമെന്ന് പറയും. ഇത് കേട്ട് അവനാണ് ആ പറഞ്ഞ അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവളുടെ റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് ഇവളുടെ ഫ്രണ്ട് വെച്ചാൽ കീറിക്കളയും. അങ്ങനെ നല്ലോണം ജോലി ചെയ്യുന്ന ഒരാളെ കൂടെ വെക്കാന് അവൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പം ഇവള് സന്തോഷത്തി ഈ കമ്പനിക്ക് വേണ്ടി അവൾ ഇനിയും കുറെ കഷ്ടപ്പെടുന്ന പറഞ്ഞ് അവന് താങ്ക്സ് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഒരു സീക്രട്ട് പ്രോജക്റ്റിനെ കുറിച്ച് ഇവളുടെ ഡിസ്കസ് ചെയ്യണമെന്ന് പറയും. അപ്പോഴാണ് അവളും വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വരണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണ് കുറച്ച് സമയം മുമ്പ് കമ്പനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന പറഞ്ഞ ആ വ്യക്തിയോടെ പോയി എന്നിട്ട് വീണ്ടും ചോദിക്കുമ്പോൾ അവളാണ് ആ വ്യക്തി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നൈസിന് അവിടെ നിന്ന് പോയി പുറത്തുനിന്ന് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അന്നത്തെ ദിവസം വർക്ക് കഴിഞ്ഞ് ടൈമോ ആണ് ഒരു ഡേറ്റിന് വിളിച്ചോണ്ട് പോകുന്ന പോലെ അവളെ സിനിമയ്ക്ക് വിളിച്ചോണ്ട് വരും. അപ്പോഴാണ് അവളും ഇവിടെ വെച്ചാണോ ആ സീക്രട്ട് ആയിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഇന്ന് കാണാൻ പോകുന്ന സിനിമ ഒരു അമേരിക്കൻ സ്റ്റൈൽ ഫുഡ് റിസർച്ചറിന്റെ സിനിമയാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അത് നമുക്ക് ഒരുമിച്ച് കാണാന്ന് പറയുമ്പം ഇവളാണ് ഇവൾക്ക് അമേരിക്ക പോയി ഇതൊക്കെ പഠിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഈ സിനിമയ്ക്ക് വിളിച്ചോണ്ടെന്നറിഞ്ഞ് അവൾ അതും വിശ്വസിച്ച് താങ്ക്സ് പറഞ്ഞ് അവൻ്റെ കൂടെ ആ സിനിമയ്ക്ക് പോകും. പക്ഷെ അവനാണ് ഇവളെ ഡേറ്റിന് വിളിച്ചോണ്ടെന്നേക്കുക. അതുകൊണ്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ചൂസ് ചെയ്യാൻ പറയുമ്പം അവൾ എല്ലാം കാണാൻ കൊള്ളാന്ന് പറഞ്ഞ ഉടനെ അവൻ അപ്പം തന്നെ എല്ലാം ഓർഡർ ചെയ്യും. ഇത് കണ്ട് അവളും മാസ് തന്നെ എന്നൊരു ലുക്കൊക്കെ കൊടുത്തിട്ട് ഇവളുടെ സീറ്റ് നല്ലോണം താക്കാൻ നോക്കുമ്പം അവനാണ് ഇവൾക്കത് ചെയ്യാറിയാത്തോണ്ട് അവൻ എഴുന്നേറ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോഴാണ് പെട്ടെന്ന് ഇവർ രണ്ടുപേരും കുറച്ച് ക്ലോസ് ആയ ഉടനെ അവൾക്ക് ടെൻഷനായി അവൾ വാഷ്റൂം പോയിട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് അവിടെ വെച്ച് അവളും പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് എന്തിനാ അത്രയ്ക്ക് സ്പീഡായെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഇതുവരെ ഡേറ്റ് ചെയ്യാത്തോണ്ടായിരിക്കും അങ്ങനെ ഒരു ഫീൽ കിട്ടിയെന്ന് അവളെ തന്നെ സമാനപ്പെടുത്തി പുറത്തേക്ക് വരും. അപ്പോഴാണ് അവിടെ വെച്ച് ഇവളുടെ ടീം ലീഡറിനെയും മറ്റേ അങ്ങേരെയും കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇവിടെ വേറെ സ്ക്രീനിൽ സിനിമ കാണാൻ വേണ്ടി വന്നേക്കുക. അങ്ങനെ അതുകൊണ്ട് ഹാരി ആറിലൂടെ വന്നേന്ന് ചോദിക്കുമ്പം അവളാണ് ഒറ്റയ്ക്കാ വന്നേന്ന് പറഞ്ഞിട്ട് ഇവരെ സിനിമ എൻജോയ് ചെയ്യാൻ പറഞ്ഞ് അവള് നൈസിന് ഈ കാര്യം അവനോടും കൂടെ പറയാൻ വേണ്ടി പോകും. പക്ഷെ അപ്പോഴേക്കും ഇവളെ ഫോളോ ചെയ്ത് അവർ രണ്ടുപേരും അവിടേക്ക് വന്നോടനെ അവള് പേടിച്ചിട്ട് ടേമിന് പിടിച്ച് അടിച്ചോണ്ട് അവൻ അങ്ങോട്ടേക്ക് ചെന്ന് പതുങ്ങിയിരിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവനാണ് പേടിച്ചിട്ട് ഇവൻ എന്തിന് പതുങ്ങി പോണെന്ന് പറഞ്ഞ് അവനങ്ങ് ദൂരേക്ക് ചെന്ന് പതുങ്ങിയിരിക്കുമ്പം ഇവർ രണ്ടുപേരും കൂടെ ഇവൾ ഒറ്റയ്ക്കാണോ ഇത്ര സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും 2 സീറ്റ് ബുക്ക് ചെയ്തായിരുന്നു എന്നാലല്ലേ ഇവൾക്ക് സ്വസ്ഥമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നെന്ന് പറയും. അപ്പോഴാണ് അങ്ങിരുന്ന് ടീമുമാണ് എനിക്ക് ഈ സിനിമ ആണെന്ന് പറഞ്ഞ് അവര് പോകാൻ പറയുമ്പം ഇവൻ എന്തോ പറയുന്നതെന്നൊന്നും മനസ്സിലാവാതെ അവർ രണ്ടുപേരും പറഞ്ഞിടാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവളുടെ ടീം ലീഡറാണ് എന്തായാലും നീ ഒറ്റയ്ക്ക് സ്ഥിതിക്ക് ഞങ്ങളും കൂടെ ഇരിക്കാന്ന് പറഞ്ഞ് അവസാനം അവരിവളുടെ കൂടെ ആയ ഉടനെ ടീമു മൊത്തത്തിൽ വെറുത്തുപോയി ഇവള് പറഞ്ഞുകൊണ്ട് അവൻ പതുങ്ങി അവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് പുറത്തുള്ള അവിടെ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫിനെ കണ്ട് ഇവനാണ് നാണം കെട്ട് തറ ഭയങ്കര വൃത്തിയാ കേട്ടോ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ജോലി കഴിഞ്ഞിറങ്ങുന്ന ഷിൻഹാരിയുടെ കൂട്ടുകാരിയാണ് പുറത്ത് ബാത്റൂം പോകാത്തോണ്ട് അവൾക്ക് മുട്ടിയിരിക്കുക. അതുകൊണ്ട് എങ്ങനെയൊക്കെ ബസ് പിടിച്ച് വീട്ടിൽ പോകാന്ന് പറഞ്ഞിരിക്കുമ്പം ബസ് ആ സമയത്ത് കാണാത്തോണ്ട് പെട്ടെന്ന് അവിടേക്ക് സേഹുനാണ്
കാറുമായിട്ടെന്ന് ഹോർണടിച്ച് ഇവളെ വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ഇവന്റെ കൂടെ പോയ പെട്ടെന്ന് നോക്കാന്ന് കാറിൽ കയറിയ ഉടനെ അതും ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അതിനേശം അവളും ഇവളെ സഹായിച്ചതിനൊക്കെ താങ്ക്സ് പറയുമ്പം ഈ വണ്ടി എപ്പോഴും എടുക്കുന്നതെന്ന് പറഞ്ഞ് അവളിവിടെ കൺട്രോൾ ചെയ്തിരിക്കുക. ഇതേ സമയം പാവം കങ്ടീമുമാണ് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഈ സിനിമ എപ്പോൾ തീരും എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് പുറത്തേക്ക് അവളിരുന്ന് സന്തോഷിച്ചിരിക്കുമ്പം കൂടെ അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരും കാണും. അങ്ങനെ അതോടെ അവനാണ് അങ്ങ് ദൂരെ നിന്ന് ഇതെല്ലാം പതുങ്ങി കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവനും ദേഷ്യത്തി ഇവർക്കൊന്ന് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെ ഫോൺ വിളിക്കുമ്പം അവൾക്ക് അപ്പോഴായിരിക്കും ഇവന്റെ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അവൾ ഫോൺ എടുത്തിട്ട് അവരുടെ ഒരു പുറത്ത് കഴിക്കാൻ വിളിച്ചേക്കോന്ന് പറഞ്ഞ് ഇവൻ എന്തായാലും വീട്ടിൽ പോയില്ലെന്ന് ചോദിക്കുമ്പം അവനാണ് ഇത് കേട്ടിട്ട് ഞാൻ എപ്പോഴും വീട്ടിൽ പോയി, പിന്നെ നിനക്ക് വേണ്ടി ആരെങ്കിലും വെയിറ്റ് ചെയ്യോ, എന്നെ കുറിച്ച് എന്തോ വിചാരിച്ച, ഞാനൊന്നും സമയം വേസ്റ്റ് ചെയ്യാറില്ല. എന്നിട്ട് അവൻ അവിടെ നിന്ന് കള്ളം പറയുമ്പം ഇവള് ബായ് പറഞ്ഞ് അവരോട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവനും ഇതൊരു ഡേറ്റാന്ന് പോലെ അവള് മനസ്സിലാക്കിയില്ലെന്ന് അവനവിടെ വിഷമിച്ചിരിക്കും. ഇതേ സമയം യങ്സയാണ് ഈ ബാത്റൂമിനെ കുറിച്ച് ഓർത്തോർത്ത് ഇപ്പൊ പെടുക്കാൻ മുട്ടുന്നെന്ന് അവള് വേറെ എന്തെങ്കിലും ആലോചിക്കാന്ന് പറഞ്ഞ് നാളെ മണ്ടേ മറ്റന്നാൾ ട്യൂസ്ഡേ എന്ന് പറഞ്ഞ് ട്യൂസ്ഡേ ടോയ്ലറ്റിന്റെ ടീ അല്ലേന്ന് ഇവള് വീണ്ടും അതിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ അതുകൊണ്ട് അവനെ കാറിലെ റേഡിയോ ഓണാക്കാൻ പറയുമ്പം അതിനകത്തും ആദ്യം മഴയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതോടെ അവളാണ് മൊത്തത്തിൽ വെറുത്തുപോയി. എനിക്ക് വയ്യ, വണ്ടി നിർത്താവോ, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഇനി ഒരു സെക്കൻഡ് ഇവിടെ നിന്നാൽ പോലും അത് വലിയ ഡേഞ്ചറിലോട്ടാ പോകുന്നത് എന്ന് ഇവളിങ്ങനെ പറയുമ്പം അവനാണ് അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഇവള് പറയുന്ന കൊള്ളയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളാണ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവളും ബാത്റൂം അന്വേഷിക്കും. അങ്ങനെ അവസാനം അവളൊരു സ്ഥലം കണ്ടെത്തി അവിടെ പോകാൻ വേണ്ടി നോക്കുമ്പം ആ ഡോറാണ് തുറക്കത്തില്ല. ഇതോടെ അവളും നാണം കെട്ടി ഇവിടെ തന്നെ പോകുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിലവിളിക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് സെക്രട്ടറി ഓടി വന്നിട്ട് ഇവൾ അകത്തേക്ക് പോകാൻ എന്തിനാ പുറത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഈ ഡോർ സ്ട്രക്ക് ആയിരിക്കുമെന്ന് പറയുമ്പം അവനാണ് അടുത്തേക്കൊന്ന് തള്ളി തുറന്ന് ഇവളെ സഹായിക്കും. അതിനേശം വീട്ടിൽ വന്നിട്ട് ഇവളും ഇപ്പൊ നടന്നതിനെ കുറിച്ച് ആലോചിച്ച് ചിരിച്ച് അവസാനം നാണം കെട്ട് അവള് കരഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ടീമുമാണ് ഇന്നത്തെ ഡേറ്റ് ഫ്ലോപ്പായി, അടുത്ത പ്രാവശ്യം എന്തുറഞ്ഞ് വിളിക്കണം എന്ന് പറഞ്ഞ് ഇവൻ ആലോചിച്ചോണ്ട് അവളുടെ ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്ത് നോക്കും. അതിനേശം അടുത്ത ദിവസം ഇവനൊരു കമ്പനി മീറ്റിംഗിലേക്ക് പോകുമ്പം ആദ്യമായിട്ട് ജോലി ഫോക്കസ് ചെയ്യാതെ അവളുടെ ഇൻസ്റ്റയിട്ടേക്കുന്ന ഫോട്ടോ ഓരോന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനേശം അവനാണ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് മനസ്സിലാക്കി ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക് ഇവളെ ബിസിനസ് ട്രിപ്പിന് വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം ഇവളാണ് അവൻ്റെ കൂടെ ബിസിനസ് ട്രിപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഇവൾക്ക് ലീവ് ദിവസത്തിൽ തന്നെ ബിസിനസ് ട്രിപ്പിന് വിളിക്കണമെന്ന് പറഞ്ഞ് അവൾ അതാലോചിച്ച് ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് ഇവളുടെ മറ്റേ ഫ്രണ്ട്സ് ആണ് ഇന്ന് മിൻവോടെ കൂടെ അവര് ബൂസാനിലേക്ക് പോയെന്ന് പറയും. അതുകൊണ്ട് ഇവള് വരാത്തതുകൊണ്ട് കുറെ മിസ് ചെയ്യാന്ന് പറഞ്ഞ് ചാറ്റൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പം ആര്യാണ് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോയേക്കെന്ന് കള്ളം പറഞ്ഞേക്കുന്നത്. അങ്ങനെ അതിനുശേഷം ടൈമാണ് ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി കാറുമായിട്ട് അവിടേക്ക് വരുമ്പം ഇവളാണ് അവന്റെ ഗെറ്റപ്പ് കണ്ട് മൊത്തത്തെ അങ്ങ് ഇംപ്രസ് ആകും. അങ്ങനെ ഇത്രയും കൂളായിട്ടാണോ ഇവൻ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് വായി നോക്കിയിട്ട് അവസാനം അവളോട് തന്നെ പറയും വർക്ക് ഇഷ്യൂട്ട് വന്നോണ്ട് ആദ്യം അതിൽ ഫോക്കസ് ചെയ്യാൻ. അങ്ങനെ അതിനുശേഷം ഇവൾ അടുത്തേക്ക് ചെന്ന് ഈ ബിസിനസ് ട്രിപ്പ് ആ പുതിയ പ്രോജക്റ്റിന് വേണ്ടിയാണെന്ന് ചോദിക്കുമ്പം അവനാണ് ചുമ്മാ ഒരു കള്ളം പറയാൻ വേണ്ടി അവിടെ ചെന്ന് കുറെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി അവൻ പുതിയൊരു ഡിഷ് കണ്ടുപിടിക്കാൻ പോകുന്ന പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ അവള് കുറെ റെസ്റ്റോറന്റ് ഒക്കെ നോക്കി വെച്ചേക്കെന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ എടുക്കുമ്പം അവൻ അതൊന്നും വേണ്ട, ഇവൻ ആദ്യം കണ്ടുപിടിച്ച സ്ഥലത്ത് തന്നെ പോകാന്ന് പറഞ്ഞ് ഇവളുടെ ബാഗൊക്കെ വാങ്ങിച്ച് അവൻ കാറിനകത്ത് വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് സർപ്രൈസ് ആയിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് തന്നെ കൊടുക്കാൻ പോകാന്ന് പറഞ്ഞ് അവളുടെ ഇൻസ്റ്റയെ കണ്ടതൊക്കെ ആലോചിച്ച് സന്തോഷിത്തി അവൾ കാർ എടുക്കാൻ വരുമ്പം ഹാരിയാണ് ഒരു ബോസിനെ ഓട്ടിക്കാൻ അവൾ എങ്ങനെ സമ്മതിക്കുമെന്ന് പറഞ്ഞ് അവൾ ഡ്രൈവ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനാണ് ചമ്മിപ്പോയി ഇവള് മൊത്തത്തിൽ ഡേറ്റ് കുളവാക്കും പറഞ്ഞ് അവൻ അടുത്ത ആഴ്ച ഇരുന്നിട്ട് പോകേണ്ട സ്ഥലത്തുള്ള മാപ്പ് ഇട്ട് കൊടുക്കും. ഇത് കണ്ട് അവളാണ് ഷോക്കായി. ഈ സ്ഥലത്ത് പോണെന്ന് അവൾ പണ്ട് തൊട്ടേ ആഗ്രഹിച്ചിരിക്കുമെന്ന് പറയും. അപ്പോഴാണ് അവൻ അറിയാത്ത പോലെ ആണോ, എങ്കിൽ പിന്നെ വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടുത്തെ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാം എന്ന് ഇവനും പറയുമ്പം അവളാണ് അതിനൊന്നും സമയം കാണത്തില്ല, നമുക്ക് വന്ന സ്ഥിതിക്ക് വർക്ക് മാത്രം നോക്കിയിട്ട് പോകാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവനാണ് ചമ്മിപ്പോയി. അവസാനം സ്പീഡ് ഇവളുടെ കൂടെ ഇവൻ ചൂസ് ചെയ്ത കടയിലേക്ക് വരുമ്പം അവരാണ് ഇപ്പൊ അടച്ചിട്ട് പോയി. അതുകൊണ്ട് അവനും എങ്കിൽ പിന്നെ പതിയിരുന്ന് രാത്രി കഴിച്ചിട്ട് പോകാന്ന് പറയുമ്പം ഇവളാണ് സമയമില്ല, വേറെ കുറെ കടയിലൊക്കെ ചെന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറയും. ഇതൊക്കെ കണ്ട് അവനാണ് ഇവൾക്ക് എന്തിന് ഇത്രയും ധൃതി എന്ന് പറഞ്ഞ് അവൻ കുറച്ച് അങ്ങോട്ടേക്ക് പോയി അവൻ ഇപ്പൊ ബീച്ച് എത്തിന്ന് പറഞ്ഞ് ഏതോ ഒരു കടക്കാരനെ വിളിച്ചറിയിക്കും. അപ്പോഴാണ് അവളും ഇവിടെ നിന്ന് 40 മിനിറ്റ് യാത്ര ചെയ്യാണ് വേറൊരു അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറയുമ്പം അവൻ അതൊന്നും വേണ്ട, ബീച്ചിൽ തന്നെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് ഒരു വാൾക്കും. അപ്പോഴാണ് അവൾ അവിടെ ഒരു കട കണ്ടിട്ട് ഈ കട ഭയങ്കര ഫേമസ് ആന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഒറ്റ ആളില്ലെന്ന് അവനോട് സന്തോഷത്തിൽ പറയും. അപ്പോഴാണ് അവനും ചിലപ്പോൾ നമ്മളെ ലക്കി ആയിരിക്കും എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിക്കാന്ന് പറയുമ്പം അവൾ സന്തോഷത്തോടെ ആ കടയിലേക്ക് ഓടിച്ചില്ലും. അപ്പോഴാണ് ആ കടക്കാരനും ടേമോനെ കണ്ടിട്ട് സംസാരിക്കാൻ പോകുമ്പം അവനാണ് ഇവിടെ വെച്ചൊന്നും പറയേണ്ടെന്ന് അവൻ സൈലന്റ് ആയിട്ടിരിക്കാൻ പറയും. കാരണം അവൻ വിളിച്ചിട്ടാണ് ഇയാൾ കടയായിട്ട് ഇവിടേക്ക് വന്നത്. അതിനേശം ഹാരിയും ഈ ബീച്ചിലോട്ട് നിങ്ങൾ വരുമെന്നൊക്കെ
എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കടക്കാരനും ചിലപ്പോഴൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞ് അയാളും കള്ളം പറയും. അങ്ങനെ അതിനുശേഷം ഹാരി സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ചെന്ന് ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഈ കടക്കാരൻ ടീമോനെ കണ്ടിട്ട് ഒരു ദിവസത്തിന്റെ ശമ്പളം ഫുള്ളും തന്ന് അയാളെ വിളിച്ച കാര്യം അവൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞ ആ പെങ്കൊച്ചിന് ഇഷ്ടപ്പെടത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവനാണ് അത് പറഞ്ഞ പിന്നെ എന്തോ സന്തോഷം എന്ന് പറഞ്ഞ് അവൻ ആ സീക്രട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്യും. അങ്ങനെ അതിനുശേഷം അവളായിട്ട് ഒരുമിച്ച് ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവൾക്ക് ഈ ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അവള് പണ്ട് തൊട്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് പറയും. പക്ഷെ ഇവളുടെ അച്ഛനമ്മയും ഫ്രൈഡ് ചിക്കൻ കട വെച്ചേക്കുന്നുണ്ട്, അവരറിയാതെയാ കഴിക്കുന്നതെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ ഇവനോട് പറയുമ്പം അവളൊരു സെക്കൻഡ് ആലോചിച്ചിട്ട് ഇവളുടെ കാര്യമൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കണമെന്ന് പറഞ്ഞ് സോറി പറയും. അപ്പോഴാണ് അവനും അങ്ങനൊന്നുമല്ല, അവൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ കേട്ടോണ്ടിരുന്നെന്ന് പറഞ്ഞ് അവളുടെ കൂടെ സന്തോഷിച്ച് സംസാരിച്ചോണ്ട് അവളുടെ ഷൂലേസ് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. അപ്പോഴാണ് അവനും ഇവള് ഷിൻഗുംഹി ആയാലും ഷിൻഹാരി ആയാലും അവന് രണ്ടുപേരും ഒരാൾ തന്നെയാന്ന് പറയുമ്പം ഇവളും കുറച്ച് ടച്ചായി അവനെ തന്നെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഇവിടെ ഹാരിയുടെ കൂട്ടുകാരിയും പുറത്ത് കടയിൽ ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പം അവിടേക്ക് സെക്രട്ടറിയും വരും. പക്ഷെ ഇവളാണ് അവനെ കണ്ട് നാണക്കേട് ആലോചിച്ച് മിണ്ടാതൊക്കെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുമ്പം അവൻ ഇവളുടെ അടുത്ത് ഇരിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പം ഇന്നും ആകെ ഈ സീറ്റ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ഇവൻ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് അവോയ്ഡ് ചെയ്യുന്ന റീസൺ പോലും നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ ഇന്നലെ ഇവന്റെ ഫ്രണ്ട് വെച്ചെന്നെ അങ്ങനെ ബാത്റൂമിൽ പോയില്ലെന്ന് പറഞ്ഞ് അവൾ അതിന്റെ നാണക്കേടിൽ അവോയ്ഡ് ചെയ്യുന്നെന്ന് പറയും. അപ്പോഴാണ് അവനും അതിലെന്തോ നാണക്കേടെന്ന് പറഞ്ഞ് ഇതെല്ലാവർക്കും വരുന്ന സംഭവമില്ലെന്ന് പറയും. അതുകൊണ്ട് ഇനി ഇവൻ അവോയ്ഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊരു ഫോൺ കോൾ എടുക്കാൻ വേണ്ടി പോകുമ്പം ആ സമയം കൊണ്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം സംസാരിച്ചിട്ട് വന്നിട്ട് അവനും ഇവള് പോയ കാര്യം അറിഞ്ഞ് അവൻ പുറകെ ചെന്ന് ഇവളോട് കുറച്ച് കെയറിങ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളാണ് ഇവൾ അടുത്തേക്ക് പോലും വരാൻ സമ്മതിക്കാതെ ഇപ്പൊ എന്തോ ഇത്ര നൈസായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് അവൾക്കാണ് ചിരി വരും. അതിനുശേഷം അവളും സത്യം പറഞ്ഞ ആദ്യം ഇവനെ കണ്ടപ്പോ തന്നെ ആ സൂപ്പർ മാർക്കറ്റ് വെച്ച് ഇഷ്ടപ്പെട്ടു പോയെന്ന് പറയും. പക്ഷെ ഇവൻ കങ് ടേമിന് വിശ്വാസം കാണിക്കാൻ വേണ്ടി ഇവളോട് ലൈൻ ക്രോസ് ചെയ്യില്ലെന്ന് പറഞ്ഞൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഇങ്ങനെ പറയുമ്പം അവനിവള് പറയുന്നേ കേട്ട് ഇവളെന്തായാലും ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കത്തില്ലെന്ന് അവളെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇവൻ വീണ്ടും ഇങ്ങനെ ഇവളോട് കെയറിങ് ഒക്കെ കാണിച്ച പിന്നെ ഇവള് ലൈൻ ക്രോസ് ചെയ്യാതിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവള് 3 വരെ കൗണ്ട് ചെയ്യുന്ന പറയുമ്പം അവൻ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവളം കിസ് ചെയ്യും. അതിനുശേഷം അവള് പിന്നോട്ട് മാറുമ്പം അവനാണ് വീണ്ടും അവൾ അടുപ്പിച്ച് കിസ് ചെയ്യും. കാരണം ഇവളെ പോലെ തന്നെ തിരിച്ച് അവന് ഇഷ്ടമാണ്. അതിനുശേഷം ഇവിടെ ഹാരി കഴിച്ച് അവളുടെ വയറ് നിറഞ്ഞോ എന്ന് പറയുമ്പം ഇവൻ അന്നത്തെ പോലെ ആ ഡ്രസ്സ് കീറായിരുന്ന കൊള്ളാന്ന് പറയും. അപ്പോഴാണ് അവൾക്കാണ് നാണക്കേടായി അതന്ന് ഡ്രസ്സിന്റെ കുഴപ്പമാണ്, അല്ല ഞാൻ കഴിച്ച് കീറിയതല്ല, എന്തായാലും ഞാൻ കാരണം ആ വിലക്കോടെ ഡ്രസ്സും പോയില്ലേ, സോറി എന്നിന് അവള് പറയുമ്പോ തന്നെ അവനും ഇനി സോറി എന്നും ഇവനോട് അങ്ങനെ പറയേണ്ടെന്ന് പറയും. അങ്ങനെ അതിന് പകരം ഇവന്റെ കൂടെ കറങ്ങുന്ന ഇഷ്ടപ്പെട്ട് അല്ല ഇവൻ കൂളായിട്ടുള്ളൊരു വ്യക്തിയാ അങ്ങനെയൊക്കെ പറയാന്ന് പറയുമ്പം ഇവളാണ് എങ്കിൽ പിന്നെ ഇവൻ തമാശക്കാരനാന്ന് പറഞ്ഞ് അവന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് പെട്ടെന്ന് മഴ പെയ്യുന്നത്. അങ്ങനെ മഴ അവൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവനാണ് മൊത്തത്തിൽ വെപ്രാളത്തി അവന്റെ അച്ഛനമ്മയും മഴയത്ത് മരിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന് അവൻ മൊത്തത്തിൽ അങ്ങ് പേടിച്ചു പോകും. അതുകൊണ്ട് അവനാണ് പെട്ടെന്ന് കാർ എടുത്തിട്ട് ഇവനൊരു മീറ്റിംഗുള്ള കാര്യം മറന്നുപോയെന്ന് പറഞ്ഞ് ഇവളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയും. അപ്പോഴാണ് അവളാണ് ഷോക്കായിട്ട് ഈ മഴയത്ത് ഞാൻ അവിടെ പോകാനാന്ന് പറഞ്ഞ് ഇത് ഏതാ സ്ഥലമൊന്നുമില്ല അവൾക്കറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനാണ് ദേഷ്യത്തി ഇറങ്ങാൻ പറഞ്ഞില്ല നിന്നോട് എന്നിന് അവന്റെ ശബ്ദം കേട്ട് ഇവളാണ് പെട്ടെന്ന് ഇവന് എന്തോറ്റെന്ന് പറഞ്ഞ് അവൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ അതോടെ അവനും പെട്ടെന്ന് അവിടുന്ന് പോയ ഉടനെ ഇവളും ബാഗ് വണ്ടി ഇരിക്കുമെന്ന് പറഞ്ഞ് അവനെ വിളിക്കാൻ നോക്കിയാലും അവനത് കേൾക്കത്തില്ല. അതിനുശേഷം അവൾ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ഇവൻ ഇത് എന്തോ കാണിച്ചെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു കൊട എടുക്കുമ്പം അതും പൊട്ടിപ്പോയി കിടക്കുക. അങ്ങനെ അതിനുശേഷം കുറച്ചു ദൂരം പോയിട്ട് ഇവനാണ് ഒറ്റയ്ക്കിരുന്ന അവന്റെ അച്ഛനമ്മയും ഇവന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ച ആലോചിച്ച് ഇവിടെ മൊത്തത്തിൽ പേടിച്ചു പോയിരിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് അവളും പേടിച്ചു പോയിരിക്കാൻ വേണ്ടിയ അവൻ അവൾ ഒറ്റയ്ക്കാക്കിയിട്ട് കുറച്ച് ദൂരോട്ട് വന്ന് ഇതേ സമയം അവൾ ആ പൊട്ടിപ്പോയി കൊടയായിട്ട് മനസാക്ഷി ഇല്ലാതെ ഒരു മീറ്റിങ്ങിന് വേണ്ടി നടു റോട്ടിലാണ് ഇറക്കി വിട്ടിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് അവൾ ഇവിടെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പം അതും ബാറ്ററി ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയി പോകും. അതിനുശേഷം അങ്ങ് അവളൊരു ദൂരെ ഹോട്ടലുണ്ട് അവിടേക്ക് ചെല്ലാൻ തീരുമാനിക്കുമ്പം കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ ടൈമോ ആണ് മഴയൊക്കെ പോയതിനു ശേഷം വീണ്ടും അവൾ അന്വേഷിച്ച് അവിടേക്ക് വരും. പക്ഷെ അവളെ കാണാത്തോണ്ട് അവന് ഫോൺ വിളിച്ചൊക്കെ നോക്കുമ്പം ഫോൺ റീച്ച് ആവത്തില്ല. ഇതേസമയം ഹാരി ആ ഹോട്ടലിലേക്ക് ചെന്നിട്ട് ഇവർ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്ത്, പക്ഷെ അതിനൊക്കെ അവന് സമയം കാണത്തില്ലെന്ന് ആലോചിച്ച് നോക്കുമ്പം അവന് മഴ ഇഷ്ടമല്ലെന്ന് പറഞ്ഞൊക്കെ ഓർമ്മ വരും. അങ്ങനെ അതുകൊണ്ട് അവനോർത്ത് വിഷമിച്ച് ഇവൾ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോൺ എടുക്കാൻ വേണ്ടി താഴേക്ക് പോകും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് ആണ് ഹാരി എന്ന് പറഞ്ഞ് അവിടേക്ക് വരുന്നത്. അങ്ങനെ അവരെ കണ്ടിട്ട് ഇവളും നിങ്ങൾ മിൻവോന്റെ കൂടെ ബൂസാനി പോകുന്നല്ലേ പറഞ്ഞ് പിന്നെന്ത് ഇവിടെ ചെയ്യുന്നത് എന്ന് അവൾ ചോദിക്കുമ്പം അവൾമാരാണ് പെട്ടെന്ന് ഷൂട്ടിംഗ് ഇങ്ങോട്ടേക്ക് മാറ്റിയെന്ന് പറഞ്ഞ് ഇവൾ ബോയ് ഫ്രണ്ട് കൂടെ വന്നെങ്കിൽ അവനെ പരിചയപ്പെടുത്താൻ പറയും. അങ്ങനെ മിൻവോടെ ഗേൾ ഫ്രണ്ട് ഇവളെ നാണം കെടുത്താൻ നോക്കുക. അപ്പോഴാണ് ഹാരിയും അവള് ബോയ് ഫ്രണ്ട് കൂടെ അല്ല വന്നേന്ന് പറയാൻ വരുമ്പം പെട്ടെന്ന് ഹണി എന്ന് പറഞ്ഞ് അവിടുന്ന് ടീം വിളിച്ചോണ്ട് വരും. അങ്ങനെ ഇത് കണ്ട് അവള് ഷോക്കായിരിക്കുമ്പം ഇവിടെ മറ്റേ യൂറയും അസൂയപ്പെട്ടിട്ട് ഇതാരാൻ ചോദിക്കും. അപ്പോഴാണ് അവനാ ഹാരിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേഷം എന്തൊക്കെ സമയമാവും നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.